നമുക്കിന്ന് സോണറ്റ് 18 കുറച്ച് നോട്ട്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഡീറ്റെയിൽഡ് പോയട്രി സെക്ഷനിൽ വരുന്ന ഒരു സോണറ്റാണ്, അല്ലെങ്കിൽ ഒരു പോയട്രിയാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 4 പോയട്രിയാണ് പഠിക്കാനുള്ളത്. അത് ഫസ്റ്റ് വൺ സോണറ്റ് 18, ദെൻ നമുക്ക് സോണറ്റ് 55 ഉണ്ട്, അതുപോലെ തന്നെ സോണറ്റ് 1. ഇതിൽ നമുക്ക് സോണറ്റ് 18 കുറച്ച് നോട്ട്സ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ്, ദി സോണറ്റ് 18 is one of William Shakespeare's most famous sonnet, and that speaker compares a young person's beauty to a summer's day, highlighting its superiority and permanence. The poem reflects the power of art and poetry to immortalize beauty and defy the passage of time. അപ്പോൾ എന്താണ് സോണറ്റ് 18 ചെയ്യുന്നത്? സോണറ്റ് 18 നമ്മുടെ വില്യം ഷേക്സ്പിയറുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സോണറ്റാണ്. Then a speaker, through this poem, speaker compares the young man's beauty and person's beauty to a summer's day. ഒരു സമ്മേഴ്സ് ഡേയിലെ കാര്യങ്ങളുമായിട്ട് ഒരു യങ് മാൻ്റെ ബ്യൂട്ടീനെ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ്. ദെൻ ഹൈലൈറ്റിംഗ് ഇറ്റ് സുപ്പീരിയോറിറ്റി ആൻഡ് പെർമനൻസ്. അപ്പോൾ എന്താ, തൻ്റെ ബിലൗഡിൻ്റെ ബ്യൂട്ടിയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പോയത്തിൽ സ്പീക്കർ ചെയ്യുന്നത്. അപ്പോൾ സമ്മേഴ്സ് ഡേയിലുള്ള കാര്യങ്ങളെല്ലാം ടൈമിനനുസരിച്ച് മാറുന്നുണ്ട്, പക്ഷേ തൻ്റെ ബിലൗഡിൻ്റെ ബ്യൂട്ടി എന്താണ്? പ്രിസർവ് ചെയ്യുകയാണ്, എന്നേക്കുമായിട്ട് പ്രിസർവ്ഡ് ആണ് എന്തിൽ? ഈ പോയത്തിലൂടെ. പിന്നെ തേർഡ് പോയിന്റ് എന്താണ് പറയുന്നത്? തേർഡ് പോയിന്റിൽ ദി പോയം റിഫ്ലക്ട് ദി പവർ ഓഫ് ആർട്ട് ആൻഡ് പോയട്രി ടു ഇമ്മോർട്ടലൈസ് ബ്യൂട്ടി എന്ന് വെച്ചാൽ പോയത്തിൻ്റെ കഴിവ്. ഈ പോയത്തിലൂടെ എന്താണ്, ബിലൗഡിൻ്റെ ബ്യൂട്ടി പ്രിസർവ് ചെയ്യാണ്. അതൊരിക്കലും അതിന് ടൈമിനനുസരിച്ചിട്ട് മാറ്റോ അല്ലെങ്കിൽ അതിനൊരു കേടുപാടൊന്നും സംഭവിക്കില്ല. എത്ര കാലം ഈ പോയത്തിൻ്റെ ലൈന് എക്സിസ്റ്റ് ചെയ്യുന്നു അത്രയും കാലം ആ പോയത്തിൻ്റെ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ബ്യൂട്ടി പോയത്തിലൂടെ എന്താണ്, സൂക്ഷിച്ച് വെക്കുകയാണ്. നമുക്ക് ആ പോയം വായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടി നമ്മുടെ മനസ്സിലേക്ക് വരും. ആ ഒരു കാര്യം, ആ ഒരു പോയട്രീൻ്റെ പവറിനെ പറ്റിയിട്ടും ഈ പോയത്തിൽ, ഈ സോണറ്റിൽ ഷേക്സ്പിയർ പറയുന്നുണ്ട്. ദെൻ നമുക്ക് കുറച്ച് കീ തീംസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇമ്മോർട്ടാലിറ്റി ത്രൂ പോയട്രി. എന്താണ് ഇമ്മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ? എന്താണ്, അനശ്വരത. മോർട്ടലായിട്ടുള്ള ഈ വേൾഡിൽ പോയട്രിയിലൂടെ നമുക്ക് ഇമ്മോർട്ടലൈസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളോ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറീസൊക്കെ ഇമ്മോർട്ടലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ്, അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്ന ഒരു തീം. ദെൻ കമ്പാരിസൺ ഓഫ് നേച്ചുറൽ ആൻഡ് ഹ്യൂമൻ ബ്യൂട്ടി. പോയത്തിൽ സ്പീക്കർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നേച്ചറിലുള്ള അല്ലെങ്കിൽ ഒരു സമ്മർ ഡേയിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും തൻ്റെ ബിലൗഡിൻ്റെ പേഴ്സണൽ ഹ്യൂമൻ ബ്യൂട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പോയത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ കമ്പാരിസൺ ഓഫ് നേച്ചുറൽ ആൻഡ് ഹ്യൂമൻ ബ്യൂട്ടി. നേച്ചർ ഈസ് ഫ്ലൗഡ്, റഫ് വിൻഡ്, ഷോർട്ട് സമ്മേഴ്സ്, ബട്ട് ദി യൂത്ത് ബ്യൂട്ടി ഈസ് എറ്റേണൽ. എന്താണ്, നേച്ചറിലുള്ള പല കാര്യങ്ങളും ഈ വിൻഡിനാലും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സൺലൈറ്റിനാലും ഒക്കെ ചേഞ്ചസ് സംഭവിക്കാം. അതെന്താ, പോയത്തിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ, പൂവ്, ഈ സ്ട്രോങ് ആയിട്ടുള്ള വിൻഡ് വരുന്ന സമയത്ത് പൂവിന് എന്ത് പറ്റും? ഒന്നെങ്കിൽ അത് വാടിപ്പോവും, അല്ലെങ്കിൽ വെയിൽ കൊള്ളുമ്പോൾ വാടിപ്പോവും. അതെന്നും അതുപോലെ തന്നെ നിലനിൽക്കില്ല. അതൊക്കെ ഇതിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ഇതിൽ കമ്പാരിസൺ വരുന്നുണ്ട്. ദെൻ ടൈം ആൻഡ് ഡീക്കേ. ഓൾ നാച്ചുറൽ തിങ്സ് ഫെയ്ഡ്, ബട്ട് പോയട്രി എൻഷ്യൂർ ദാറ്റ് ബ്യൂട്ടി റിമൈൻസ് ടൈംലെസ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്, ഒരു ടൈമിനനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ പോയട്രിയിലൂടെ പ്രിസർവ് ചെയ്തിട്ടുള്ള തൻ്റെ ബിലൗഡിൻ്റെ ബ്യൂട്ടി അതിന്നും അതുപോലെ തന്നെ നിലനിൽക്കും. നമ്മൾ എത്ര കാലം അത് വായിക്കുന്നു അത്രയും കാലം അത് നമ്മുടെ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ അത്രയും അത് ജനറേഷൻ പാസ് ചെയ്ത് പോകുന്നു അറിയില്ല. ഇപ്പം നമ്മൾ വായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നാളെ വരുന്നവരിത് വായിക്കും. ആ ഒരു കഴിവ്, പോയത്തിനുള്ള ആ ഒരു പ്രിസർവ് ചെയ്യാനുള്ള കഴിവ് ടൈമിനെയും അതുപോലെ തന്നെ കാലങ്ങളെയും കടന്നു പോകുന്നു. ആ ഒരു കാര്യം ഈ പോയത്തിൽ, ഈ സോണറ്റിൽ തീമായിട്ട് വരുന്നുണ്ട്. നമ്മളപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതുപോലെ തന്നെ കുറച്ച് തീംസ് എന്തൊക്കെയെന്ന് പറഞ്ഞു. ഇനി നമുക്കിതിൻ്റെ സ്ട്രക്ചർ നോക്കാം. അപ്പോൾ ഇറ്റ് ഈസ് ഷേക്സ്പിയറിയൻ സോണറ്റ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 14 ലൈൻസ്. The rhyme scheme is AB AB CD CD EF EF and GG. ഇതാണ് ഇതിൻ്റെ റൈം സ്കീം. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ എസ് എ ക്വസ്റ്റ്യനൊക്കെ വരുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ ആയിട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്നും കൂടെ നമ്മുടെ എസ് എ ഒക്കെ ലെങ്തി ആയിട്ട് തോന്നും. ദെൻ റിട്ടൺ ഇൻ യാംബിക് പെൻറ്റാമീറ്റർ ഇൻക്ലൂഡ്സ് എ വോൾട്ട.
നമുക്കിനി ഡീറ്റെയിൽഡ് സമ്മറി നോക്കാം. ഡീറ്റെയിൽഡ് സമ്മറി ഓഫ് സോണറ്റ് 18. അപ്പോൾ സോണറ്റ് 18, വൺ ഓഫ് ഷേക്സ്പിയേഴ്സ് മോസ്റ്റ് ഫേമസ് സോണറ്റ്, ഈസ് എ റിഫ്ലക്ഷൻ ഓൺ ദി എൻഡ്യൂറിംഗ് പവർ ഓഫ് പോയട്രി ടു ഇമോർട്ടലൈസ് ഹ്യൂമൻ ബ്യൂട്ടി. എന്താണ് പറയുന്നത്? നമ്മുടെ ഹ്യൂമൻ ബ്യൂട്ടീനെ ഇമോർട്ടലൈസ് ചെയ്യാനുള്ള നമ്മുടെ പോയട്രീൻ്റെ എൻഡ്യൂറിംഗ് പവറിനെ പറ്റിയിട്ടാണ് ഈ ഒരു സോണറ്റിൽ പറയുന്നത്. ദ സ്പീക്കർ ഓപ്പൺസ് ദി പോയം വിത്ത് എ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ, ഷാൾ ഐ കമ്പയർ ദി ടു എ സമ്മേഴ്സ് ഡേ? ഹി ഇമീഡിയറ്റ്ലി ആൻസർ ഇറ്റ് ബൈ അസർട്ടിംഗ് ദാറ്റ് ദി സബ്ജക്റ്റ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ആൻഡ് ടെമ്പറേറ്റ്. എന്താ പറയുന്നത്? ഇതിൽ ഈ പോയിം തുടങ്ങുന്നത് തന്നെ ഷാൾ ഐ കമ്പയർ ദി ടു എ സമ്മേഴ്സ് ഡേ എന്ന് നമ്മുടെ സ്പീക്കർ ചോദിച്ചുകൊണ്ടാണ്. അറ്റ് ദി സെയിം ടൈം അപ്പോൾ തന്നെ നമ്മുടെ സ്പീക്കർ പറയുന്നുണ്ട് ഈ പേഴ്സൻ്റെ ബ്യൂട്ടി അല്ലെങ്കിൽ തൻ്റെ ബിലൗഡിൻ്റെ ബ്യൂട്ടി ഒരു സമ്മേഴ്സ് ഡേനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? He immediately answers it by asserting that this subject is more beautiful and temperate, unlike a summer's day, which can be unpredictable with rough winds or excessive heat. The youth beauty is constant and surpasses the imperfections of nature. എന്താ പറയുന്നത്? തൻ്റെ ബിലൗഡിൻ്റെ ബ്യൂട്ടി ഒരിക്കലും ഒരു നേച്ചറിൽ അല്ലെങ്കിൽ സമ്മർ ഡേനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്താണ്? സമ്മേഴ്സ് ഡേ എന്ന് പറയുന്നത് ഒരു അൺപ്രഡിക്റ്റബിൾ ആണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം റഫ് വിൻഡുമായിട്ട് അല്ലെങ്കിൽ ഹെവി ഹീറ്റൊക്കെ ആയിട്ട് എന്താണ് നമ്മുടെ നേച്ചറിലുള്ള പല കാര്യങ്ങളുടെയും ബ്യൂട്ടി നഷ്ടപ്പെടാം. അതുപോലെ തൻ്റെ ബിലൗഡിൻ്റെ ബ്യൂട്ടി എന്ത് ചെയ്യുക? അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതെന്താണ്? ഒരു ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബിലൗഡിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഫസ്റ്റത്തെ പാരയിൽ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് പാരയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീക്കർ നമ്മുടെ സമ്മേഴ്സ് ഡേയിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാണ്. എന്നുവെച്ചാൽ ഇറ്റ് കമ്പയേഴ്സ് ദി ഡാർലിംഗ് ബഡ്സ് ഓഫ് മേ are shaken by rough winds. The summer sun, personified as the eye of heaven, can shine too hot or to be obscured by cloud, further emphasizing the imperfections of nature. നമ്മുടെ നേച്ചറിൻ്റെ ഇംപെർഫെക്ഷൻസിനെ ഓരോന്നായിട്ട് പോയിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ഫസ്റ്റ് പറയുന്നത് ഡാർലിംഗ് ബഡ്സ് ഓഫ് മേ, നമ്മുടെ കുഞ്ഞു പൂക്കളെയൊക്കെ ഈ റഫ് വിൻഡ് എന്താണ് ഷെയ്ക്കൺ ചെയ്യാണ്. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ ഐ ഓഫ് ഹെവൻ എന്ന് പറയുന്നത് സണ്ണിനെയാണ്. സണ്ണ് ചിലപ്പോൾ ഭയങ്കര ഓവർ ഹീറ്റാവും, നല്ല ചൂട് തരും. അല്ലെങ്കിൽ ചിലപ്പോൾ അത് മങ്ങിപ്പോവും, എന്താണ് മേഘങ്ങൾക്കിടയിലോട്ട് പോവും. ആ സമയത്തൊക്കെ നമ്മുടെ നേച്ചറിൽ പല പല മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഇംപെർഫെക്ഷൻസ് ഓഫ് നേച്ചർ. ദിസ് കമ്പാരിസൺ അണ്ടർസ്കോർ ദി ഐഡിയ ദാറ്റ് ദി യൂത്ത് ബ്യൂട്ടി ഈസ് മോർ സ്റ്റേബിൾ ആൻഡ് എൻഡ്യൂറിംഗ് ദാൻ ദി ഫ്ലീറ്റിംഗ് ചാം ഓഫ് എ സമ്മേഴ്സ് ഡേ. ഈ ഇംപെർഫെക്ഷൻസ് ഒക്കെ എന്താണ് കാണിക്കുന്നത്? തൻ്റെ ലവേഴ്സിൻ്റെ അല്ലെങ്കിൽ ബിലൗഡിൻ്റെ ബ്യൂട്ടി ഒരിക്കലും ഇങ്ങനെ ഒരു സമ്മേഴ്സ് ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിന്നൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുമെങ്കിലും വൈകുന്നേരം അല്ലെങ്കിൽ ആ ഒരു ടൈം പാസേജ് ചെയ്യുന്നതിന് അനുസരിച്ച് നമ്മുടെ നേച്ചറിൽ പല പല മാറ്റങ്ങൾ വരും. അപ്പോൾ ഈ കാര്യങ്ങളായിട്ടൊന്നും തൻ്റെ ബിലൗഡിൻ്റെ ബ്യൂട്ടീനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതൊക്കെ എന്താണ്? ഫ്ലീറ്റിംഗ് ബ്യൂട്ടിയാണ്, അല്ലെങ്കിൽ അതൊക്കെ സമയത്തിനനുസരിച്ച് മാറുന്നതാണ്. അപ്പോൾ തൻ്റെ ബിലൗഡിൻ്റെ ബ്യൂട്ടി ഒരിക്കലും അങ്ങനെ മാറുന്നതല്ല എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. As the poem progresses, the speaker observes that all beauty, no matter how perfect, eventually fade due to the time or chance. അപ്പോൾ ഈ പോയം ത്തിലെന്താ? ദ സ്പീക്കർ ഒബ്സർവ് ദാറ്റ് ഓൾ ബ്യൂട്ടി, എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടി ആണെന്നുണ്ടെങ്കിലും ടൈമിനനുസരിച്ച് അത് ഫെയ്ഡ് ചെയ്തു പോവുകയാണ്, മങ്ങിപ്പോവുകയാണ്. ആൻഡ് ഹൗ എവർ ഇൻ എ ടേണിംഗ് പോയിന്റ് അറ്റ് line 9, the speaker asserts that the youth beauty will not suffer the same fate. അപ്പോൾ തൻ്റെ ബിലൗഡിൻ്റെ ബ്യൂട്ടിക്ക് അല്ലെങ്കിൽ തൻ്റെ ബിലൗഡിന് ഇതുപോലൊരവസ്ഥ ഉണ്ടാവരുത്, ആ ബിലൗഡിൻ്റെ ബ്യൂട്ടി ഒരിക്കലും ഫെയ്ഡ് ചെയ്ത് പോവരുത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന പോലെ ലൈൻ 9 അതാണ് വോൾട്ട പോയിറ്റ് എന്താ പറയുന്നത്? അൺലൈക്ക് നേച്ചുറൽ ബ്യൂട്ടി വിച്ച് ഡിക്ലൈൻ വിത്ത് ഏജ് ഓർ ഈസ് ഡെസ്ട്രോയ്ഡ് ബൈ ടൈം, ദി യൂത്ത് എറ്റേണൽ സമ്മർ വിൽ റിമെയിൻ untarnished. The speaker claims that the youth will be immortalized in the eternal lines of the poem, which will protect the youth beauty from the ravages of time and even death itself. അപ്പോൾ എന്താണ് പോയിറ്റ് പറയുന്നത്? തൻ്റെ ബിലൗഡിൻ്റെ ബ്യൂട്ടി ഈ പോയറ്റിൻ്റെ ലൈൻസിലൂടെ പ്രിസർവ് ചെയ്യപ്പെടുകയാണ്, എന്നേക്കുമായിട്ട് പ്രിസർവ് ചെയ്യപ്പെടുകയാണ്. ഈ നേച്ചറിലുള്ള പല കാര്യങ്ങളുടെയും ബ്യൂട്ടി മങ്ങിപ്പോകുന്നത് പോലെ തൻ്റെ ബിലൗഡിൻ്റെ ബ്യൂട്ടി മങ്ങിപ്പോവാതിരിക്കാനും തൻ്റെ ബിലൗഡിൻ്റെ ബ്യൂട്ടി ഈ ലൈൻസിലൂടെ പ്രിസർവ് ചെയ്യുകയാണെന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. അപ്പോൾ
Unlike the natural beauty, his beloved's beauty is preserved through the eternal lines of the poem. ഈ പോയത്തിൻ്റെ എറ്റേണൽ ലൈൻസ്, എറ്റേണൽ അനശ്വരമായിട്ടുള്ള ഇമ്മോർട്ടലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈൻസിലൂടെ പ്രിസർവ് ചെയ്യുന്നത്. ദെൻ ദി കൺക്ലൂഡിങ് കപ്ലെറ്റ്സ്. അപ്പോൾ നമ്മൾ മുന്നത്തെ ലൈൻസൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് കൺക്ലൂഡിങ് കപ്ലെറ്റ്സ് റീഇൻഫോഴ്സസ് ദി ഐഡിയ ദാറ്റ് ദി പോയറ്റ്സ് ബ്യൂട്ടി അല്ലെങ്കിൽ ദി ബിലൗഡ്സ് ബ്യൂട്ടി ഈസ് പ്രിസർവ്ഡ് ത്രൂ ദി ലൈൻസ്. ആൻഡ് ഓൾസോ പോയിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബീങ് എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം, നമുക്ക് വായിക്കാൻ കഴിയുന്നിടത്തോളം കാലം തൻ്റെ ബിലൗഡിൻ്റെ ബ്യൂട്ടി എന്താണ് ഈ ലൈൻസിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സേഫ് ആയിട്ടിരിക്കും. ഇപ്പോൾ നമ്മൾ വായിച്ച് പഠിച്ചില്ലേ, അതുപോലെ നമ്മുടെ വരുന്ന തലമുറയും അതുപോലെ തന്നെ ഇനി വരുന്നവരൊക്കെ ഈ ലൈൻസ് അവർ വായിക്കുന്നതിലൂടെ നമുക്ക് ആ ബിലൗഡിൻ്റെ ബ്യൂട്ടി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ദെൻ the line so long as men can breathe or eyes can see, so long live this and this give life to thee. ഈ തീ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലിവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഓൾഡ് ഇംഗ്ലീഷ് ഫോമാണ്. അപ്പോൾ ഈ ലൈൻസ് എന്താണ്, തൻ്റെ ബിലൗഡിന് ഒരു ജീവൻ നൽകുന്ന പോലെയാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. assert the eternal nature of art through the power of poetry, the youth beauty will achieve a kind of immortality, define the decay that all living things must face. ഈ ഭൂമിയിലുള്ള എല്ലാ ലിവിങ് തിങ്സും എന്താണ്, ഡീക്കെ അല്ലെങ്കിൽ ഒരു നാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതിന് ഒരു ദിവസം ഒരു അവസാനം ഉണ്ടാവും. പക്ഷേ ബിലൗഡിൻ്റെ ബ്യൂട്ടിക്ക് അങ്ങനെ ഒരു അവസാനമില്ല എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് വായിക്കാനും അതുപോലെ തന്നെ നമുക്ക് അറിയാനുള്ള ഒരു കഴിവില്ലേ, അത് ഈ ലൈൻസ് നമുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ ആ ബിലൗഡിൻ്റെ ബ്യൂട്ടി നമുക്കറിയാൻ പറ്റുന്നില്ല. അതുതന്നെയാണ് ഈ പോയിട്ട് പറയുന്നത്. തൻ്റെ ബിലൗഡിൻ്റെ ബ്യൂട്ടി എന്നും പ്രിസർവ് ചെയ്യപ്പെട്ടു, ഈ ലൈൻസിലൂടെ പ്രിസർവ് ചെയ്യപ്പെട്ടു എന്നുമാണ് പറയുന്നത്. ദെൻ ദിസ് സോണറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ലവ്, ബ്യൂട്ടി ആൻഡ് ദി ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ആർട്ട്. ഷേക്സ്പിയർ സജസ്റ്റ് ദാറ്റ് വൈൽ ഫിസിക്കൽ ബ്യൂട്ടി ഈസ് ട്രാൻസിയന്റ്, poetry has the unique ability to preserve and immortalize it. By capturing the essence of the youth in verse, the speaker ensures that their beauty will endure forever. ഈ ഒരു ലാസ്റ്റത്തെ ഒരു പാരഗ്രാഫ് വായിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലൈൻസ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എൻ്റയർ സോണറ്റിൽ എന്താണ് പോയിട്ട് പറയുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഈ വേൾഡിൽ, മോർട്ടലായിട്ടുള്ള വേൾഡിൽ എല്ലാ കാര്യങ്ങളും ടൈമിനനുസരിച്ച് ഡീക്കേ ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. പക്ഷേ ഈ പോയട്രീൻ്റെ ഒരു കഴിവ്, പോയട്രിക്ക് എല്ലാ കാര്യങ്ങളും പ്രിസർവ് ചെയ്യപ്പെടാനുള്ള ഒരു കഴിവുണ്ട്. ആ ഒരു കഴിവിനെയാണ് നമ്മുടെ പോയറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഷേക്സ്പിയർ ഈ സോണറ്റിലൂടെ എടുത്തു കാണിക്കുന്നത്. ഈ സോണറ്റിൽ എന്താണ്, ലവ്, ബ്യൂട്ടി ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ആർട്ട്. ദി ഷേക്സ്പിയർ സജസ്റ്റ് ദാറ്റ് വൈൽ ഫിസിക്കൽ ബ്യൂട്ടി ഈസ് ട്രാൻസിയൻറ്റ്, എല്ലാ ഫിസിക്കൽ ബ്യൂട്ടിയും എന്താണ്, ട്രാൻസിയൻ്റ് ആണ്. എന്താണ്, അത് മാറിക്കൊണ്ടേയിരിക്കും, അല്ലാതെ അത് ഒരിക്കലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ നമ്മുടെ ഈ ലൈൻസിലൂടെ തൻ്റെ ബിലൗഡിൻ്റെ ബ്യൂട്ടി പ്രിസർവ് ചെയ്യപ്പെട്ടു. ആ ഒരു കാര്യം മാത്രമാണ് എൻ്റെ പോയത്തിൽ പറയുന്നത്. അതെടുത്ത് കാണിക്കാനാണ് നമ്മുടെ നേച്ചുറൽ വേൾഡിലുള്ള ഓരോ കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നേച്ചുറലുള്ള പല പല കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല, അതൊക്കെ എന്താണ്, ചേഞ്ച് ചെയ്യും. പക്ഷേ തൻ്റെ ബിലൗഡിൻ്റെ ബ്യൂട്ടി എന്താണ്, ചേഞ്ച് ചെയ്യുന്നില്ല. അതെന്താണ്, ലൈൻസിലൂടെ പ്രിസർവ് ചെയ്യും. പോയട്രീൻ്റെ ഈ ഒരു കഴിവ് ആണ് മെയിനായിട്ട് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സോണറ്റ് 18. അപ്പോൾ എന്താണ്, നമ്മൾ ഷോർട്ട് പോയിൻറ്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, തീംസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എൻ്റെയർ ആയിട്ടൊരു സ്ട്രക്ചർ പറഞ്ഞു. ദെൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി നോക്കിയിട്ടുണ്ട്. ഞാൻ നോട്ട്സ് സ്ക്രീനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് എഴുതിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് നോട്ട്സൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. എന്നാലും എനിക്ക് ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിലൊക്കെ മനസ്സിലാവും. അപ്പം നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക, നോട്ട്സൊക്കെ ക്ലിയർ ആണോ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക്